ഓർമ്മകളെ കൈവളച്ചാർത്തി വരൂ വിമുഖമിവേദി. കുറച്ച് നേരത്തെ ഈ പാട്ട്, പഴയ പാട്ടുകൾ എന്നും നമ്മൾക്കൊരു വലിയൊരു ഗൃഹാതുരത്വം അതൊക്കെ നൽകുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പാട്ട് ഞാൻ കേട്ട സമയത്താണ് പഴയ ഒരു കാര്യം ഓർമ്മ വന്നത്. എന്നാൽ അത് നമ്മുടെ പ്രേക്ഷകരോടുകൂടിയാണ് ഷെയർ ചെയ്യാന്ന് കരുതി. മറ്റൊന്നല്ല, ഞാൻ ഏകദേശം 2019 ചെങ്ങന്നൂർ ബേസ് ചെയ്തിട്ടൊരു ചാനല്, ഓൺലൈൻ ചാനല് കുറച്ച് നാള്, ഏകദേശം ഒരു മാസം മാത്രം, കാരണം അത് പുതിയൊരു ചാനലായിരുന്നു. അപ്പൊ അതിന്റെ ഓണർ എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു, ഒരു പപ്പൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പത്മനാഭൻ. അപ്പൊ അദ്ദേഹം ബൈജു ഒരു മാസം ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, ചാനൽ ഒന്ന് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ ഒരു മാസം നിന്നുകൊണ്ട് ഞാൻ ആ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു മാസം. ആ ചാനലിന്റെ പേര് കേരളീയം ന്യൂസ് എന്നാണ്. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോകളൊന്നുമല്ല, ഒരു നിഷ്പക്ഷ രീതിയിലുള്ള ഒരു ചാനലാണ്. കേരളീയം ന്യൂസ് എന്ന് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ എല്ലാവർക്കും കിട്ടും. ഇത് ഞാൻ പറയാൻ കാരണം, അന്ന് ഈ കേരളീയം ന്യൂസിലെ ആദ്യത്തെ വാർത്ത എന്ന രീതിയിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, പപ്പു എന്ന് വിളിക്കുന്ന ഗാന്ധി കുടുംബത്തിലെ അംഗമാണ് എന്ന് ഇന്നും തെറ്റിദ്ധരിച്ച് നടക്കുന്ന അടിമ കോൺഗ്രസ്സുകാർ, മണ്ടൻ കോൺഗ്രസ്സുകാർ, അവരുടെയൊക്കെ കൺകണ്ട ദൈവമായിട്ടുള്ള, രാഷ്ട്രത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കുടുംബം പോലും, പെണ്ണുപോലും കെട്ടാതെ നടക്കുന്ന എന്നൊക്കെ ഒരുപാട് വിശേഷണങ്ങളിലുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാഹുൽ ഗണ്ഡി. എന്തുകൊണ്ടാണ് അയാളെ ഗണ്ഡി എന്ന് വിളിക്കുന്നതെന്ന് അറിയേണ്ടവർ കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പറയാം, മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് ഇയാൾ എന്ന് ധരിച്ചു നടക്കുന്ന കോൺഗ്രസ്സുകാരാണ് കേരളത്തിൽ അങ്ങോളം, അതല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ടന്മാർ എന്ന് നമ്മൾക്കറിയാം. അവരോട് പറയാനുള്ളത്, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന അയാളുമായിട്ട് യാതൊരു ബന്ധവും ഈ ചങ്ങാതിക്കില്ല. ഇവന്റെ തന്തേന്റെയും തള്ളയുടെയൊക്കെ പേരൊക്കെ നിങ്ങളാണ് നോക്കിയാൽ മതി. മാത്രമല്ല, ഗണ്ഡി എന്നായിരുന്നു ഇവരുടെ പേരിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ ഗണ്ഡി എന്നുള്ളത് വലിയ രസമായിട്ട് തോന്നിയില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, അയലോക്കത്തെ ബാപ്പ സുന്ദരനാണെങ്കിൽ നമ്മളെ ബാപ്പാന്റെ പേര് മാറ്റി പറയുന്നത് ചില സുഡാപ്പികൾ പറയുന്നത് കേട്ടില്ല. അതേപോലെ അയൽപ്പക്കത്തെ പിതാവ് നല്ല കാണാൻ ഭംഗിയുണ്ടായപ്പോ ആ പേര് അങ്ങോട്ട് മാറ്റി എന്നുള്ള രീതിയാണ് ഗണ്ഡി എന്നുള്ളത് ഗാന്ധിയായി മാറിയത്. അങ്ങനെയാണ്. പക്ഷെ ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണെന്ന് അറിഞ്ഞു നടക്കുന്ന, അതല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്ന കുറെ രാജീവന്മാരും കുറെ സുബ്രഹ്മണ്യന്മാരും അതല്ലെങ്കിൽ കുറെ ജോസഫ് മാഷും ഒക്കെ ഉണ്ട്. മണ്ടന്മാരെന്ന് അവരെ വിളിച്ചിട്ട് കാര്യമില്ല. അവരുടെ ജന്മന തന്തമാരുടെ അല്ലെങ്കിൽ തള്ളമാരുടെ അങ്ങനെ പാരമ്പര്യമായിട്ട് മണ്ടന്മാരായിട്ടുള്ള ആളുകളെ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ചങ്ങാതിയുടെ, നിങ്ങൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്താൽ മതി, സുകന്യ വേഴ്സസ് രാഹുൽ ഗാന്ധി റേപ്പ് കേസ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇനി മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, രാഹുൽ ഗാന്ധി സുകന്യ എന്നിട്ട് ബലാത്സംഗ കേസ് എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ആ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 10-ലധികം വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ഓൺലൈൻ ചാനലുകളിലെ വാർത്ത നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് കോൺഗ്രസിന്റെ യുവമുഖമാണല്ലോ ഇയാൾക്ക്, 10-60 വയസ്സായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നും അയാളെ യുവാവായിട്ട് കണ്ടു നടക്കുന്ന ആരാധകന്മാരും ആരാധികമാരും ഒക്കെയാണ് നേരത്തെ പറഞ്ഞ ഇപ്പൊ രാജീവനും രാജാവനും അതല്ലെങ്കിൽ അയ്യപ്പനും കോശിയും ഇത്തരത്തിലുള്ള കുറെ മണ്ടന്മാർ, തന്തമാരായിട്ട് പാരമ്പര്യമായിട്ട് മണ്ടന്മാരായിട്ടുള്ള കൊങ്ങികൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ അന്തം കൊങ്ങികൾ എന്ന് വിളിക്കുന്നത്. ഈ അന്തം കൊങ്ങികൾ ഇപ്പോഴും പറയുന്നത് യുവരാജാവ് എന്നൊക്കെയാണ്. പക്ഷെ ഇവന് 10-67 വയസ്സാവാനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും കിടക്കട്ടെ. ഈ യുവ കോമളന്റെ ബലാത്സംഗ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിളിൽ കയറിയിട്ട് സുകന്യ വേഴ്സസ് രാഹുൽ ഗാന്ധി റേപ്പ് കേസ് എന്ന് കൊടുത്താൽ മതി. അത്തരത്തിൽ ഈ റേപ്പ് കേസിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ക്രിപ്റ്റോട് കൂടിയിട്ട് അത് റീഡ് ചെയ്ത് വേറൊരു കുട്ടിയായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു, ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അത് ഓർക്കാൻ കാരണം, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഓർക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ വീഡിയോ ദേശീയ തലത്തിൽ തന്നെ അടിച്ചടിച്ച വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ഈ കോൺഗ്രസ്സുകാരൊക്കെ കൂടെ കൂടിയിട്ടുള്ളതാണ്. ഈ സൈബർ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ, അതല്ലെങ്കിൽ ആരും അത് പുറം ലോകം അറിയാത്തൊരു കേസായത് കൊണ്ട് തന്നെ ഇവരുടെ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ്സുകാരുടെ സൈബർ വിങ്ങുകൾ ഇടപെട്ടിട്ട് ആ വീഡിയോ റിപ്പോർട്ട് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്.
അത്തരത്തിലുള്ള ഇവന്റെ റേപ്പ് കേസിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട് നിങ്ങൾ എല്ലാവരും. ഇന്നും ഒട്ടേറെ ഹിന്ദി ഓൺലൈൻ ചാനലുകളൊക്കെ കൃത്യമായിട്ടും ടെക്സ്റ്റ് വാർത്തകളായിട്ട് ഇത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. രാഹുൽ ഗാന്ധി വേഴ്സസ് സുകന്യ റേപ്പ് കേസ് എന്ന് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മലയാളത്തിൽ കൊടുക്കാം, ഒരു കോമ കൊടുത്തിട്ട് സുകന്യ കൊടുക്കാം, എന്നിട്ട് ബലാത്സംഗ കേസ് എന്ന് കൊടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വിവരം കിട്ടും. ഇനി ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമീ വേദി എന്നുള്ള പാട്ട് ഞാൻ പാടാൻ കാരണം മറ്റൊന്നല്ല, ഇത്തരത്തിലുള്ള ഈ കാര്യം ഈ പാട്ടൊക്കെ ഓർമ്മിപ്പിച്ച സമയത്താണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം BJP-യുടെ ഒരു സമുന്നത നേതാവായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ് കഴിഞ്ഞ ദിവസമല്ല മിനിയാന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വരികൾ കണ്ടപ്പോൾ അന്ന് തന്നെ ആ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഒരുപാട് തിരക്കുകൾക്കിടയിൽ മറന്നുപോയി. അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിൽ ഒരുപാട് നിഗൂഢതകൾ പറയുന്നുണ്ട്. കാരണം ആജീവനാന്ത പ്രധാനമന്ത്രിയാണ് മണ്ടൻ ഈ പപ്പു, മാത്രമല്ല ആജീവനാന്ത യുവ കോമളനുമാണ് ഈ മണ്ടൻ പപ്പു. പല കോൺഗ്രസ് മണ്ടൻ കുടുംബത്തിലുള്ള ഇപ്പൊ ഈ രാജീവൻ എന്ന് പറയുന്ന ഒരുത്തിനോട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, കോൺഗ്രസ് അടിമയാണ്, നമുക്കത് കണ്ടാൽ അറിയാം. ആ അടിമയ്ക്കും അവന്റെ തന്തിയും തന്തയുടെ തള്ളിയും തന്തയിലൊക്കെ അടിമ കൊങ്ങികളായതുകൊണ്ടാണ് പാരമ്പര്യമായിട്ട് കിട്ടിയത്, അവരെ കിട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരത്തിൽ രാധാകൃഷ്ണൻ സാർ ഇട്ട ആ ഒരു പോസ്റ്റ്, ഞാൻ KS രാധാകൃഷ്ണൻ സാർ അതേ ഇട്ട പോസ്റ്റ് ഇങ്ങനെ വരുന്നത്: രാഹുലിന്റെ വിദേശ യാത്രകളിലെ ദുരൂഹതയും ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന ആരോപണവും കനക്കുന്നു. നോക്കൂ, ഈ രാഹുൽ ഗണ്ഡി കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ രാഹുൽ ഗണ്ഡി കഴിഞ്ഞ ദിവസം വരെ എവിടെയായിരുന്നു എന്നറിയാമോ? മലേഷ്യയിൽ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. ഇയാളുടെ വിദേശ ടൂർ ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇവിടുന്ന് മുങ്ങലുണ്ട് എന്ന് നമ്മൾക്കറിയാം. എവിടേക്കാണ് ഇയാൾ മുങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് രാജ്യദ്രോഹപരമായിട്ടുള്ള വാർത്തകളും രാജ്യദ്രോഹപരമായുള്ള തീരുമാനങ്ങൾക്കും വേണ്ടി ശത്രു രാജ്യങ്ങളിലേക്കായിരിക്കും, അതല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന സുഖവാസ മേഖലകളിലായിരിക്കും. ഇയാളുടെ വീക്ക്നെസ് കൃത്യമായിട്ടും ഈ സുകന്യ വേഴ്സസ് രാഹുൽ റേപ്പ് കേസ് എന്ന് പറയുന്ന ആ വാർത്ത വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. മറ്റൊന്നും ആയിരുന്നില്ല. എന്തെന്നറിയാമോ? സുകന്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ സ്ഥലത്ത്, അവിടെ രാഹുലും കൂട്ടരും ഒരുപാട് പാർട്ടികൾ ആഘോഷത്തോടു കൂടി ഒരു പാർട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സുകന്യ എന്ന് പറയുന്ന രാഹുലിന്റെ ഒരു ആരാധിക ഈ രാഹുലിന്റെയും ഗ്യാങ്ങിന്റെയും അടുത്തോട്ട് ചെല്ലുന്നു. ചെന്ന ആ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് കൃത്യമായിട്ട് ആ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, ആ കുട്ടി ഇവിടെ ഗ്യാങ് റേപ്പിന്, അതായത് ഗ്യാങ് ആയിട്ട് ഇവന്മാർ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഓൺലൈൻ വാർത്തകളൊക്കെ പറയുന്നത്. ഇന്നും ആ ഓൺലൈൻ വാർത്തകൾ ലഭ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോ KS രാധാകൃഷ്ണൻ സാർ എഴുതിയിട്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇത് ഞാൻ കണക്ട് ചെയ്യാൻ കാരണം ഇതുകൊണ്ടാണ്. എന്റെ ഒരു അനുഭവം കൂടിയാണ്. കാരണം ആ വാർത്ത പ്രസിദ്ധീകരിച്ച ചാനലിനെതിരെയോ നമ്മൾക്കെതിരെയൊന്നും നിയമപരമായിട്ട് ഇവരാരും ഒരു ആക്ഷൻ എടുത്തില്ല. തെറ്റാണെങ്കിലാണല്ലോ ആക്ഷൻ എടുക്കുക. പക്ഷെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. അത്തരത്തിലുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും രാധാകൃഷ്ണൻ സാർ പറയുന്നു, രാഹുലിന്റെ വിദേശ യാത്രകളിലെ ദുരൂഹതയും ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന ആരോപണവും കനക്കുന്നു. ആറ്റം ബോംബ് പൊട്ടിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി ഒളിവിലാണ്. രാഹുൽ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. രാഹുൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും മറുപടി പറയില്ല. രാഹുലിന്റെ വിദേശ യാത്രകൾ ദുരൂഹമാണ്, ആരും അത് വെളിവാക്കാറില്ല. ഇപ്പോൾ മലേഷ്യയിലാണ് എന്നാണ് കേൾവി. ഇതാണ് രാഹുലിന്റെ ആ ഒരു വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട ടൈറ്റിലായിട്ട് തുടക്കം വരുന്നത്. നോക്കൂ, ഈ രാഹുലിന്റെ വിദേശ യാത്രകളെ കുറിച്ച് ഫോട്ടോസോ വീഡിയോസോ വിവരങ്ങളോ ആർക്കെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കിത് ഷെയർ ചെയ്യണേ. ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുകൊണ്ടല്ല, വളരെ സീക്രട്ട് ആണ്. കാരണം ഇവന്റെ ഉടായ്പകളൊക്കെ അങ്ങനത്തെ തന്നെയാണ്. ഈ രാജ്യത്തിലുള്ള ജനങ്ങളോടോ അല്ല ഇവന്റെ കമ്മിറ്റ്മെന്റ് രാജ്യദ്രോഹികളോടും രാജ്യത്തിന്റെ ശത്രു രാജ്യങ്ങളോടും തന്നെയാണ് എന്നുള്ളത് ഇയാളുടെയും ഇയാളുടെ അമ്മയുടെയൊക്കെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. എങ്ങനെയാണ് ഇവളുടെ അമ്മയുള്ള സോണിയ ഗാന്ധി രാജീവിന്റെ ഭാര്യയായത് എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നിടത്ത് അതിനുള്ള ഉത്തരവും കിട്ടും. ഇനി ഇങ്ങനെ പോവാണ് ഫേസ്ബുക്ക് പോസ്റ്റ്: രാഹുലിന് ഭാര്യയും 2 മക്കളുമുണ്ട് എന്ന് ബ്ലിറ്റ്സ് എന്ന ബംഗ്ലാദേശ് പത്രം റിപ്പോർട്ട് ചെയ്തു. രാഹുൽ അത് നിഷേധിച്ചിട്ടില്ല. ഭാര്യയുടെയും മക്കളുടെയും മാത്രമല്ല, ഭാര്യ പിതാവിന്റെ വെടിപ്പല്ലാത്ത പശ്ചാത്തലവും പത്രം വിശദീകരിച്ചിരുന്നു. രാഹുൽ നിഷേധിച്ചില്ല. കോൺഗ്രസും ഒന്നും മിണ്ടിയില്ല. നമുക്ക് വർഷങ്ങൾക്ക് മുൻപേ ഈ വൃത്തികെട്ടവന്റെ, അതായത് എല്ലാ കൂടും കുടുക്കിയില്ല, രാജ്യത്തിന് വേണ്ടി പെണ്ണുപോലും കെട്ടാൻ നടക്കാന്നൊക്കെ നമ്മുടെ അടിമ അലക്സും അടിമ രാജീവനൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആ ഒരാളുണ്ടല്ലോ, ഇവന് കൂടും കുടുക്കിയുണ്ട്, ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നുള്ളത് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ രാഹുൽ ഒന്നും മിണ്ടിയിട്ടില്ല. അതിനെതിരെ കോൺഗ്രസും മിണ്ടിയിട്ടില്ല. എന്താണ്? മൗനം വിദ്വാനുഭൂഷണം എന്ന് നമ്മൾ കേട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇനിയാ
സോണിയ ജന്മം കൊണ്ട് ഇറ്റാലിയൻ പൗരയാണ്. ഇറ്റാലിയൻ പൗരത്വ നിയമപ്രകാരം ജന്മന ഇറ്റാലിയൻ പൗരനായ ഒരാൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചാലും ഇറ്റാലിയൻ പൗരത്വം നഷ്ടമാകില്ല. ഇറ്റാലിയൻ പൗര ലോകത്തെവിടെ പ്രസവിച്ചാലും അവരുടെ മക്കൾ ഇറ്റാലിയൻ പൗരന്മാരായിരിക്കും. അതുകൊണ്ട് രാഹുൽ ഇപ്പോഴും ഇറ്റാലിയൻ പൗരനാണ്. 24 ഇന്ത്യൻ പൗരത്വം നിലനിൽക്കണമെങ്കിൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിക്കണം. രാഹുൽ ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ടോ? രാഹുൽ ഇക്കാര്യത്തെ കുറിച്ച് മിണ്ടുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി വരുന്നു, രാഹുലൻ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചതായി ചില രേഖകൾ വെളിയിൽ വന്നു. അത് സംബന്ധിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തെ കുറിച്ച് രാഹുൽ ഒന്നും പറയുന്നില്ല. രാഹുൽ കത്തോലിക്ക ക്രിസ്തുമതവും റാവുൾ വിൻസി എന്ന പേരും സ്വീകരിച്ചതായി ആക്ഷേപമുണ്ട്. രാഹുലോ സോണിയയോ കോൺഗ്രസോ ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മയക്കുമരുന്നുമായി രാഹുൽ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സോണിയയുടെ അപേക്ഷ മാനിച്ച് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ രാഹുലിനെ ഇന്ത്യ രക്ഷപ്പെടുത്തിയെന്ന ആരോപണവും നിലവിലുണ്ട്. രാഹുലോ സോണിയയോ ഈ വാർത്തയും ഇക്കാര്യവും നിഷേധിച്ചിട്ടില്ല. രാഹുലിന്റെ എല്ലാ വിദേശ യാത്രകളും നിഗൂഢമാണ് എന്ന് വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു. എന്നും കേൾക്കാനോ പറയാനോ കൊള്ളാവുന്ന കാര്യങ്ങളല്ല ഈ യാത്രകളെ കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും. ഇക്കാര്യത്തെക്കുറിച്ചും ഇതുവരെ രാഹുൽ ഒന്നും പറഞ്ഞിട്ടില്ല. കോൺഗ്രസും മൗനം പാലിക്കുന്നു. അച്ഛനും അമ്മയും ജന്മനാ ബ്രാഹ്മണരായാൽ മാത്രമേ ജാതി ശ്രേണിയിൽ ഒരാൾക്ക് ബ്രാഹ്മണനാകാൻ കഴിയൂ. എന്നാൽ ഓവർകോട്ടിനുള്ളിലൂടെ പൂണൂൽ ധരിച്ചും നെറ്റിയിൽ കളഭം പൂശിയും ക്ഷേത്രത്തിൽ പ്രവേശിച്ച രാഹുൽ താൻ ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ടു. ബ്രാഹ്മണർ ഈ അവകാശവാദത്തെ പരിഹസിച്ചുകൊണ്ട് നിഷേധിച്ചു. കാരണം രാഹുലിന്റെ അച്ഛനും അമ്മയും അബ്രാഹ്മണരാണ്. രാഹുൽ ഇതുവരെ ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. കോൺഗ്രസും മൗനത്തിലാണ്. അതായത് ഇറ്റാലിയൻ പൗരയുള്ള സോണിയ ഗാന്ധി എങ്ങനെയാണ് ബ്രാഹ്മണയാവുക? രാജീവ് ഗാന്ധി ബ്രാഹ്മണനാണ് എന്ന് ആർക്കും അറിയില്ല. ഇത്തരത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും മകനാണ് ഇവൻ എന്നാണ് ഇവൻ അവകാശപ്പെടുന്നതെങ്കിൽ എങ്ങനെയാണ് ഇവൻ ബ്രാഹ്മണനാവുക? അപ്പോൾ ഇവൻ ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ പിതൃത്വം അതൊക്കെ സംശയിക്കേണ്ടി വരുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. ഇനിയോ, കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാനുള്ള രക്ഷാകവചമല്ല മൗനം. മൗനം സമ്മതം തന്നെയാണ്. മയക്കുമരുന്ന് ഉപയോഗം, മദ്യപാനം, വ്യഭിചാരം എന്നിവയെല്ലാം വ്യക്തികളുടെ സ്വകാര്യതയാണ് എന്ന വാദം പുരോഗമന മതേതരവാദികൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ പൊതുപ്രവർത്തകരുടെ കാര്യത്തിൽ ഈ വാദം സ്വീകാര്യമല്ല. സ്ത്രീകളെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കുകയും അത് കഴിഞ്ഞാൽ അവരെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്. പൊതുപ്രവർത്തന വേഷധാരി മാന്യനാണോ മാരീചനാണോ എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ജീവിതം സുതാര്യമായിരിക്കണമെന്ന് പറയുന്നത്. മാൻവേഷം കെട്ടിയെത്തുന്ന മരീചനെ വീട്ടിൽ കയറ്റിയവർ എല്ലാം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇത്തരക്കാരെ സാമൂഹിക മാധ്യമത്തിൽ പിന്തുണയ്ക്കുന്നവർ അവരുടെ അമ്മ, ഭാര്യ, സഹോദരി, പെൺമക്കൾ എന്നിവരെ മാരീച ലീലയ്ക്കായി നൽകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇവിടെ നമ്മുടെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ മാത്രമല്ല കൂട്ടിച്ചേർക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള FIR അടക്കമിട്ടുള്ള വേടനെ, ഇത്തരത്തിൽ ഒരുപാട് എണ്ണത്തിനൊക്കെ ഇന്നും പിന്തുണച്ച് നടക്കുന്ന ഓരോ എണ്ണത്തെ നമ്മൾ കാണാറുണ്ട്. ഇവരൊക്കെ ഭാര്യയെയും മക്കളെയും പെൺമക്കളെയും അമ്മയെയും സഹോദരിയെയും ഇവർക്കൊക്കെ കൂട്ടിക്കൊടുക്കുമോ എന്ന് ആരും ചോദിച്ചു കളയരുത്. അതൊന്നും ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ ഞങ്ങൾക്ക് വേടന വേണം, ഞങ്ങൾക്ക് രാഹുൽ മങ്കൂട്ടത്തെ വേണം, പിന്നെയോ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ വേണം. എന്തൊക്കെ കേസ് വന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ പെൺകുട്ടികളെ ഭാര്യയെ സഹോദരിയൊന്നും കൂട്ടിക്കൊടുക്കൂല, അല്ലെങ്കിൽ കെട്ടിച്ചു കൊടുക്കൂല. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കും. ഇത് ഈ മരീച ലീലയ്ക്കായി നൽകുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. വെള്ളത്തിലെ മീനിനെ പോലെ ജനങ്ങൾക്കിടയിൽ നീന്തുന്നവനാകണം പൊതുപ്രവർത്തകൻ എന്നാണ് മഹാത്മാ ഗാന്ധി പറഞ്ഞത്. ഗാന്ധി ശിഷ്യൻ എന്ന് ഭാവിച്ച ജവഹർലാലിൽ തുടങ്ങുന്നു മാങ്കൂട്ടങ്ങൾ നടത്തുന്ന മരീച ലീല. ഇങ്ങനെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. 2 ദിവസം മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. കാരണം രാഹുൽ മലേഷ്യയിൽ പ്രത്യക്ഷപ്പെട്ടു, മലേഷ്യയിൽ കണ്ടു എന്നുള്ള വാർത്ത പുറത്തു വന്ന ആ ഫോട്ടോയടക്കം പുറത്തു വന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്ത് അത്ര കണ്ട് നടക്കുന്ന കാര്യങ്ങൾ, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവൻ വെറും പെൺകോന്തനാണോ, പെണ്ണുങ്ങൾക്ക് പിറകെ നടക്കുന്നവനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇത്തരത്തിൽ ഒരുപാട് പത്രങ്ങളും ഒരുപാട് വിവരങ്ങളും ഒക്കെ ഞെട്ടിക്കുന്ന
രീതിയിൽ തന്നെ വാർത്തകളും വീഡിയോകളും ഒക്കെ പുറത്തുവിട്ടപ്പോൾ അതിനെതിരെ നിശബ്ദത പാലിച്ചുകൊണ്ട് മൗനം സമ്മതമാണ്, എല്ലാം ശരിയാണെന്ന് സമ്മതിക്കുന്ന ഈ കോൺഗ്രസ്സുകാർ, അവർക്ക് കിട്ടിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, അതല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വേടനെ പോലെയുള്ള ബലാത്സംഗ വീരന്മാർ, ഇവരൊക്കെ തന്നെയാണ് ഈ അടിമ കൊങ്ങികൾക്ക് പറ്റിയ നേതാക്കന്മാർ. ഇവരൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഏകദേശം 6.5 പതിറ്റാണ്ട്, ചെറിയ കാലഘട്ടമൊന്നുമില്ല, 65 വർഷമാണ് ഈ കോൺഗ്രസിന്റെ UPA സർക്കാർ നമ്മുടെ ഭാരതം ഭരിച്ചത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇങ്ങോട്ട് 65 വർഷം ഭരിച്ച ഇവർ എന്താണ് ഈ ഭാരതത്തെ, എവിടേക്കാണ് ഇവർ എത്തിച്ചത് എന്ന് ചോദിക്കുന്നിടത്ത് വെറും ഈ പറയുന്ന 3ാം ടേമിലേക്ക് എത്തിയിട്ടുള്ള 10-11 വർഷമായപ്പോഴേക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ലോക നേതാവ് എവിടേക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തെ എത്തിച്ചു എന്നുള്ളതും ആ 2 തുലനം മാത്രം മതി. ഒന്ന് 11 വർഷമാണെങ്കിൽ മറ്റേത് 65 വർഷമാണ്. അത്ര കണ്ട് കട്ടുമുടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെയൊക്കെ കയ്യിൽ, ഈ പറയുന്ന രാഹുൽ ഗണ്ഡിയുടെയൊക്കെ കയ്യിൽ ഈ പെൺകോന്തനാണോ, പെണ്ണുങ്ങളെയും കെട്ടി സുഖിച്ചു നടക്കുന്നവനാണോ എന്ന് ലോകം സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവാത്ത ഇവന്റെയൊക്കെ കയ്യിൽ നമ്മുടെ ഭാരതം ഇനിയും ചെന്നുപെട്ടാൽ എന്തായിരിക്കുമെന്ന അവസ്ഥ ചിന്തിക്കാത്ത, അതല്ലെങ്കിൽ തലയിൽ മൂളയില്ലാതെ അടിമത്തം പേറി നടക്കുന്ന അടിമ കൊങ്ങികളോടും രാജ്യത്തെയും അതല്ലെങ്കിൽ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും കട്ടുപിടിച്ച് അതല്ലെങ്കിൽ ബലാത്സംഗ വീരന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന, ഈ നാട് ഭരിക്കുന്ന, തല്ലിയും കൊല്ലിയും ജനങ്ങളെ അടക്കി ഭരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങൾക്കും വേണ്ടി മത്സരിച്ച് അടിമയാവാൻ നടക്കുന്ന നിങ്ങളോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഭാരതം ഒരു ധർമ്മരാഷ്ട്രമാണ്, ധർമ്മഭാരതമാണ്, ഇത് മഹാഭാരതമാണ്. അഖണ്ഡ ഭാരതത്തിലേക്കുള്ള കുതിപ്പിൽ നിൽക്കുന്ന ലോക നേതാക്കന്മാരുടെ ഇടയിൽ തലയുയർത്തിക്കൊണ്ട് തന്നെ ലോക നേതാവായി നിൽക്കുന്ന നരേന്ദ്രമോദി ഈ ധർമ്മഭാരതത്തിലെ ഒരു ധർമാവതാരം തന്നെയാണ്. കാരണം പറഞ്ഞിട്ടുണ്ട്, അർജുനും കൃഷ്ണനും തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ മൂല്യച്യുതി സംഭവിക്കുന്നോ ധർമ്മത്തിന്, ആ സമയത്ത് ഞാൻ വീണ്ടും അവതരിക്കും. ആ അവതരിക്കുന്നത് കൃഷ്ണരൂപത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അത് പല രൂപത്തിലായിരിക്കാം. ആ രൂപം അത് പല സംഘടനയുടെ നേതാവായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിട്ട് പോലും ആയിരിക്കാം എന്നുള്ള ആ ധർമ്മഭാരതത്തിന്റെ ആ ചരിത്രം അറിയുന്നവന്മാർക്ക് കൃത്യമായിട്ടും ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മകളെ കൈവളച്ചാർത്തി വരൂ വിമുഖമിവേദി എന്ന് 2 വരി ഈ വൈകിയ വേളയിലെങ്കിലും പാടട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.